ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സുഗ്രീവനിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച രാമൻ സുഗ്രീവനോട് പറയാണ്, ഇനി കാലം കളയേണ്ട കാര്യമില്ല, നീ ജ്യേഷ്ഠനെ യുദ്ധത്തിന് വിളിക്കുക. ഈ ഭൂമിയിൽ നീതി സ്ഥാപിക്കുക, സത്യധർമാദികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ കർത്തവ്യം. അനീതിയെ ഇല്ലാതാക്കാൻ നീതിയുടെ പക്ഷത്ത് നിന്ന് വലിയൊരു പോരാട്ടത്തിന് സാക്ഷിയാവാനാണ് ഭഗവാൻ തയ്യാറാവുന്നത്. അങ്ങനെ അനീതിയായ അവിവേകമായ ബാലിയെ ഇല്ലായ്മ ചെയ്യാൻ വിവേകത്തിൻ്റെ നീതിയുടെ പക്ഷത്ത് രാമൻ നിലനിൽക്കുകയാണ്. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ, ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന്, കാലം കളയരുതേതുമിനിയടോ, ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തുകൊള്ളുവിൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയേ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലിയലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരും നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനേതിത്വം തിരിച്ചറിയാവതല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവനസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതിതൻ ആയോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികേ നിന്നരുളിയിടിന. മിത്രാന്വയോഭൂതനാകിയ രാമനോടെത്രയുമാത്യാ പുരുഷങ്ങൾ ചൊല്ലിനാൻ. രാമൻ്റെ വാക്കുകൾ കേട്ട് ജ്യേഷ്ഠനെ അതിബലവാനായ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ് സുഗ്രീവൻ. രാമൻ്റെ സഹായം തനിക്കുണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസം സുഗ്രീവനുണ്ടായിരുന്നു. അതാണല്ലോ ആത്മധൈര്യത്തിന് കാരണം. പക്ഷേ രണ്ടുപേരും യുദ്ധത്തിനായി ഒരുങ്ങി നിന്നപ്പോൾ ഇതിൽ ബാലിയേത് സുഗ്രീവനേത് എന്ന് തിരിച്ചറിയാൻ രാമന് കഴിയാതെ പോയി. മനസ്സിൻ്റെ ഒരു ഭാവമാണ്. മനസ്സിന് അജ്ഞാനം ബാധിച്ചാൽ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ മനസ്സിന് അജ്ഞാനം ബാധിച്ചതുകൊണ്ടാവണം രാമന് സുഗ്രീവനെയും സുഗ്രീവനെയും ബാലിയെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുഗ്രീവനെ സഹായിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏറെ പീഡിതനായ സുഗ്രീവൻ ദേഷ്യത്തോടുകൂടി രാമനോട് പറയാണ്, എന്നോടിത് വേണ്ടിയിരുന്നില്ല എന്ന്. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞീല ഞാനയ്യോ, വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. അങ്ങയുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ പോയി ജ്യേഷ്ഠനെ യുദ്ധത്തിന് വിളിച്ചത്, ഞാൻ എത്ര അടി കൊണ്ടു എന്ന് ചോദിക്കുക രാമനോട്. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. അങ്ങ് സത്യമേ പറയുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വിശ്വസിച്ചത്. മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത്വാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായാലിംഗനം ചെയ്തു ചിത്തേ ഭയപ്പെടായികേതും മമ സഖേ.
സുഗ്രീവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് രാമൻ പറഞ്ഞു, അങ്ങനെ നീ എന്നെ തെറ്റിദ്ധരിക്കല്ല. അത്യന്ത രോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞ് മിത്രഘാതിത്വമാശങ്ക്യ ഞാനന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാനൊരടയാളവും മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യമിതമിഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. രാമൻ്റെ വാക്കുകൾ ഒരിക്കലും മിഥ്യയാകയില്ല. അല്ലയോ സുഗ്രീവ, നീ ഒരിക്കൽ കൂടി ഈ ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ഞാൻ ഒരടയാളം നിനക്ക് തരാം. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ളൊരു അടയാളം നിൻ്റെ കഴുത്തിൽ അണിയിക്കാം എന്നൊക്കെ രാമൻ പറയാം. ഇത്തം സമാശ്വാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചീടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ. പിന്നെയും അടികൊണ്ട് തളർന്ന് തിരിച്ചുപോയ സുഗ്രീവൻ ഒരിക്കൽ കൂടി ജ്യേഷ്ഠനെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ വരിക. ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്ത് ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ യുക്തി കൂടുതലായിരിക്കും. ഭാര്യയായ താര വന്ന് ബാലിയോട് പറയാണ്, സുഗ്രീവൻ വീണ്ടും വന്നതിന് പിന്നിൽ മറ്റെന്തോ ഒരു ചതിയുണ്ട്, അങ്ങ് യുദ്ധത്തിന് പോകരുത്. ബാലിയോട് പറയാം. മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും. സ്ത്രീ സഹജമായൊരു ഉൾക്കാഴ്ച അത് താരയ്ക്കുണ്ടാവുകയാണ്. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം. ഏതോ പരാക്രമശാലിയായ ഒരാളുടെ പിന്തുണയില്ലാതെ സുഗ്രീവൻ ഒരിക്കൽ കൂടി യുദ്ധത്തിന് ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് അങ്ങ് പോകരുത്. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൾ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകൊല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായുള്ള ദോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. സുഗ്രീവന് ബന്ധുവായിട്ട് ആരാണ് ഇവിടെയുള്ളത്? ഒരാളുമില്ല. എന്നോട് ശത്രുതയുള്ള ആരാണ് ഇവിടെയുള്ളത്? അതുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിനൊന്നും ഒരവസരവുമില്ല. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ. ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ. കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതൻ അങ്കദനന്നേരം. കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. നമ്മുടെ അങ്കദൻ നായാട്ടിന് പോയ സമയത്ത് കേട്ടൊരു വൃത്താന്തമുണ്ട്, അത് ഞാൻ പറയാം. അത് കേട്ട് ശരിയാണോ എന്നറിഞ്ഞ ശേഷം മാത്രം അങ്ങ് യുദ്ധത്തിനായി പോവുക. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാൻ. ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണമൃഷ്യമൂകാജലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി
വാഴ്കെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ. അതുകൊണ്ടതു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. ഭാര്യയോട് പറയാണ് ബാലി, സ്നേഹത്തോടെ പറഞ്ഞ് മറുപടി പറയാണ്. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരെന്നു നിർണയം. ആ വന്നത് രാമലക്ഷ്മണന്മാരാണെങ്കിൽ അവർ സുഗ്രീവൻ്റെ അടുത്തല്ലല്ലോ, അവരെൻ്റെ അടുത്തല്ലേ വരേണ്ടത്, ഞാനല്ലേ ഈ കാട്ടിൻ്റെ രാജാവ്. രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. രാമന് മറ്റാരെക്കാളും സ്നേഹം എന്നോടാണല്ലോ. രാമൻ എന്നത് മഹാവിഷ്ണു തന്നെയല്ലേ, അപ്പോൾ എൻ്റെ അടുത്തല്ലേ വരിക. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. രാമനാണെങ്കിൽ ഉറപ്പായും ഞാൻ ആ കൽക്കൽ വീണ് നമസ്കരിച്ച് രാമനെയും കൂട്ടി ഇങ്ങോട്ട് വരും. പിന്നെന്ത് യുദ്ധം? മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചീടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. നോക്കണം ബാലി പറയുന്ന വാക്കുകൾ. ഭഗവാന് അങ്ങനെ ശത്രുമിത്ര ഭാവങ്ങളൊന്നുമില്ല. തന്നെ ആരാണോ ഭജിക്കുന്നത് അവരോടൊപ്പമല്ലേ ഭഗവാൻ നിൽക്കുക. ഞാൻ രാമൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് രാമൻ എന്നോടൊപ്പം തന്നെ നിൽക്കും, ഇവിടെ വരും എന്ന് ബാലി പറയാം. ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വിസ്മനീ. താൻ ഭക്തനാണ് എന്ന ചെറിയൊരു അഹങ്കാരം ഈ സമയത്ത് ബാലിയുടെ ഉള്ളിലുള്ളതായി രാമായണം പറയാം. എല്ലാ അഹങ്കാരികൾക്കും ഭഗവാൻ നൽകുന്നത് ഒരേ ശിക്ഷയാണ്. ഏതായാലും ബാലി യുദ്ധത്തിൽ തോൽക്കുക തന്നെ ചെയ്യും. ബാലിയുടെ ഒരു ആത്മവിശ്വാസം താൻ രാമനോടൊപ്പം ചേരുമെന്നാണെങ്കിലും രാമൻ എന്നോടൊപ്പം നിൽക്കുമെന്നാണെങ്കിലും സംഭവിക്കുന്നത് മറിച്ചാണ്. പുഷ്കരലോചനെ പൂർണ്ണഗുണാംബുധേ ഇത്തമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം. നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാതാരയും അശ്രുഗണങ്ങളും വാർത്താരൂഢതാപമകത്തു പുക്കിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുനില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയേ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. അതിഘോരമായ യുദ്ധമാണ്. ആരും ആർക്കും താഴെയല്ല. ഇരുവരും തുല്യശക്തികളാണ്. തുല്യശക്തികളുള്ള യുദ്ധം അതിഭയങ്കരമായിരിക്കും. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റും കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മൂടെ വിയർക്കയും നാടികൾ ചീർക്കയും യുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം.
രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീല വാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. രണ്ടാള കഴുത്തിനും മാലയുണ്ട്. അച്ഛൻ കൊടുത്ത മാലയണിഞ്ഞാണ് ബാലി വന്നിരിക്കുന്നത്. നോക്കണം, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും. അടികൊണ്ട് തളർന്ന് സുഗ്രീവൻ നോക്കാൻ തുടങ്ങി. നേരത്തെ ഒരു തവണ പറ്റിയതാണ്, ഇപ്പോൾ വീണ്ടും നോക്കി, ഇതെന്താ അടി ഞാൻ കൊള്ളേണ്ടി വരുന്നതെന്ന്. ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയായ സുഗ്രീവനുമേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷപ്രഷണ്ഡം മറഞ്ഞാശു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാ അയച്ചരുളീടിനാൻ. ചെന്നതു ബാലിതന്മാരിൽ തറച്ചറവൊന്നങ്ങലറി വീണീടിനാൻ ബാലിയും. അങ്ങനെ ബാലി വീണു പോവാണ്. രാമൻ്റെ അസ്ത്രമേൽക്കുക മൂലം ബാലി തളർന്നു വീഴുകയാണ്. ഭൂമിയും ഒന്നു വിറച്ചിതം നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരപതനവും ചാരുജടാമകുടവും പൂണ്ടിടം പെട്ടമാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതള ഛവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർവിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപ ഖേദാകുലചേതസാ. ബാലിയെ കൊന്നത് ശരിയാണോ? രാമൻ ആ ചെയ്തത് തെറ്റല്ലേ എന്ന് രാമായണം വായിക്കാൻ തുടങ്ങിയ കാലത്ത് നമ്മൾ ചോദിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. പത്രങ്ങളിലേക്ക് പലതവണ ആ ചോദ്യം എഴുതി കണ്ടിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരം രാമായണം തന്നെ തരുന്നുണ്ട്. രാമായണ കർത്താവ് തന്നെ ബാലിയെക്കൊണ്ട് ആ ചോദ്യം രാമനോട് ചോദിപ്പിക്കുന്നുണ്ടല്ലോ. എന്തു ഞാനെന്നു നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. സാക്ഷാൽ ബാലി തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ നേരെ അസ്ത്രം അയച്ചത്, എന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് രാമനെ ചോദ്യം ചെയ്യുകയാണ്. രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചിരിതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ. അങ്ങ് പ്രഗത്ഭനായ രാജകുമാരനല്ലേ, വലിയൊരു കുലത്തിൽ പിറന്നവനല്ലേ, ഇക്ഷ്വാകുകുല വംശജാതനല്ലേ, അങ്ങ് തന്നെ മറുപടി പറയണം, എന്തിനാണ് എന്നെ കൊല്ലുന്നത്? വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. ഇനി കീർത്തിക്കാണ്, പ്രശസ്തിക്കാണെങ്കിൽ ആ യുദ്ധം നേരിട്ടാണ് വേണ്ടിയിരുന്നത് ബാലിയോട്, അല്ലാതെ മറഞ്ഞു നിന്നുള്ള അമ്പെയ്ത്തല്ലല്ലോ രാമ. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയും നീലേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനു മാതരൽ. അതുതന്നെയാണ് ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇത്രയും ശക്തവാനായ ബാലിയോടൊപ്പം നിൽക്കാതെ, ബാലിയെ ഒപ്പം കൂട്ടാതെ സുഗ്രീവ പക്ഷത്തേക്ക് പോയ രാമൻ ഏതായാലും ചെയ്തത് അബദ്ധമാവില്ലല്ലോ. ശക്തനോടൊപ്പം നിൽക്കുക എന്നായിരുന്നു രാമൻ്റെ ലക്ഷ്യമെങ്കിൽ, തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് രാമൻ്റെ ലക്ഷ്യമെങ്കിൽ, രാമൻ പോകേണ്ടിയിരുന്നത് ബാലിയുടെ സമീപത്താണ്. സുഗ്രീവൻ ബാലിയോടൊപ്പം ശക്തനല്ല. ബാലി വിചാരിച്ചാൽ ക്ഷണനിമിഷം കൊണ്ട് ഇതൊക്കെ സാധ്യവുമാണെന്ന് രാമൻ അറിയാം. പക്ഷേ രാമൻ എപ്പോഴും ധർമ്മത്തോടൊപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ. ആരാണോ തൻ്റെ പക്ഷം ആഗ്രഹിക്കുന്നത്, താൻ ആരുടെ ഒപ്പമാണോ നിൽക്കേണ്ടത്, അവരോടൊപ്പം മാത്രമേ രാമന് നിൽക്കാൻ കഴിയുകയുള്ളൂ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ
ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്വത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസമഭക്ഷ്യമത്രേ ബത മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അതുകൊണ്ട് അങ്ങേക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? രാമനോട് ചോദിക്കാൻ രാമൻ ഒരു നേരം ഉത്തരമില്ല. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. പിന്നീട് രാമൻ മറുപടി പറയുകയാണ്. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിഞ്ഞാഞ്ഞതുമെടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി. മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലെ വരുമല്ലോ. അനുജ സഹോദരനായ സുഗ്രീവൻ്റെ പത്നിയെ നീ പ്രാപിച്ചിരിക്കുന്നു. അതിന് തക്ക ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. അത് ധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് പറയുകയാണ് രാമൻ ബാലിയോട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. മാമപരാധം ക്ഷമിക്കേണമേ ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം. മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. ബാലി തന്നെ ആ തെറ്റേറ്റു പറയുകയാണ്. എന്നോട് ക്ഷമിക്കണം എന്ന് രാമനോട് പറയാണ്. നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമഭിദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതേ. യോഗികൾക്ക് പോലും ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹമല്ലേ രാമ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അവിടുത്തെ കൈകൊണ്ടുള്ള മോക്ഷം, അതിൽ പരം എന്താണ് നേടാനുള്ളത്? ബാലി പറയാം. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകത്തിൽ ഉണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ. ഈ മഹാഭാഗ്യം എനിക്കല്ലാതെ മറ്റാർക്കാണ് ലഭിക്കുന്നത്? മരിക്കുന്ന സമയത്ത് രാമരാമ എന്ന് ജപിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമല്ലേ എന്ന് ബാലി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതവർഷത്തിൽ ഇപ്പോഴും രാമനാമം ഇത്രമാത്രം ശ്രേഷ്ഠമാകുന്നത്. മരിക്കുന്ന സമയത്ത് രാമനാമസ്മരണയാൽ ഈ ദേഹത്തെ വെടിയാൻ നമുക്കേവർക്കും കഴിയണമെന്നാണ് ഹിന്ദുധർമ്മ വിശ്വാസം. പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോടു തുല്യബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദൻ ബാലനുമൊക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനയൻ പോടുമെല്ലെ തലോടുകയും വേണം. എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. എൻ്റെ പുത്രനായ അംഗദനോടും അങ്ങേക്ക് കനിവുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവണം. അങ്ങ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അമ്പ് ഒന്ന് പിഴുതെടുത്ത് എന്നെ ഒന്ന് തലോടണം എന്ന് ബാലി പറയാണ്. അങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെ ഭക്തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഈശ്വരൻ സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ബാലി ഈ ലോകത്തോട് വിട പറയുകയാണ്. ബാലി മരിച്ചതു കേട്ടോരു താരയുമാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാചാ പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ.
ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ പരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പുറാ പിരിഞ്ഞാലെടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. എന്നെയും കൂടി അങ്ങ് കൊന്നു കളയൂ, എന്നെ എൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ അങ്ങ് അയക്കുക മറ്റൊരു ലോകത്തേക്ക് എന്ന് താര വീണ് കരഞ്ഞ് പറയാൻ രാമനോട്. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തു രുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താര ദുഃഖത്തിലാണ്. ദുഃഖം വരുമ്പോൾ നമ്മൾ എല്ലാം മറന്നുപോകും, കഠിന വാക്കുകൾ പറയും. അങ്ങനെ ഭഗവാനെ കുറ്റപ്പെടുത്താൻ താര ശ്രമിക്കുകയാണ്. അപ്പോൾ രാമൻ അതിന് മറുപടി നൽകിയാണ് താരയ്ക്ക്. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വമാംസരക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായികതു നിനച്ഛേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമില്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി. ജീവിതത്തിൽ മോക്ഷമാർഗം രാമനിൽ നിന്നും കേൾക്കുകയാണ് താര. ഈ ജ്ഞാനമാണ് നമ്മെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. അതിന് രാമായണം ഒരു കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.